ശ്രദ്ധേയമായ ഒരു കാഴ്ചയാണ്. നമുക്കറിയാം, രണ്ട് ടേമുകളായി അവിടെ BJP ആണ് ഭരിക്കുന്നത്. ആ ഒരു പ്രതീക്ഷ അവർ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ മൂന്നാം ഘട്ടവും BJPക്ക് തിരികെ എത്താൻ കഴിയുമെന്ന പ്രതീക്ഷ BJPക്ക് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അടക്കമിറക്കി കാടിളക്കിയുള്ള പ്രചരണ കാലമാണ് കഴിഞ്ഞുപോയത്. പ്രധാനമന്ത്രി വന്നു, അമിത്ഷാ വന്നു, അവർ BJPയുടെ പ്രമുഖരായ എല്ലാ നേതാക്കളും അവിടേക്ക് എത്തി. കേന്ദ്ര സർക്കാരിൻ്റെ ആ ഒരു മിഷനറി മൊത്തത്തിൽ അവിടെ BJPയുടെ കേന്ദ്ര നേതാക്കളടക്കം ഇറങ്ങിയുള്ള വലിയൊരു പ്രചരണമാണ് അവിടെ നടന്നത്. ഏതായാലും ഹരിയാനയിൽ ഭരണം കോൺഗ്രസിന് നഷ്ടപ്പെടുകയാണെങ്കിൽ, അവിടെ BJPക്ക് തുടരാൻ കഴിയുകയാണെങ്കിൽ BJPയെ സംബന്ധിച്ചും ഏറ്റവും ആത്മവിശ്വാസം പകരുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ തിരിച്ചടി, BJPയെ സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടിയുണ്ട്. ആ തിരിച്ചടിക്ക് ശേഷം നടക്കുന്ന ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് ജമ്മു ആൻഡ് കാശ്മീരിലും അതുപോലെ തന്നെ ഹരിയാനയിലും നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവിടെ ഹരിയാനയിലടക്കം വ്യക്തമായ, ജമ്മു കാശ്മീരിനെ ഒഴിച്ച് ഹരിയാനയിൽ ഒരു വ്യക്തമായ ഭൂരിപക്ഷത്തോടെ BJPക്ക് അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞാൽ അത് BJPയെ സംബന്ധിച്ച് ഒരു ട്രെൻഡ്, അല്ലെങ്കിൽ അടുത്ത വരാനിരിക്കുന്ന മഹാരാഷ്ട്ര അടക്കമുള്ള തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്നു. അവിടെയൊക്കെ BJPക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാഴ്ചയായി, അല്ലെങ്കിൽ ഒരു ഫലമായി തെരഞ്ഞെടുപ്പ് ഫലം മാറും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹരിയാനയെ സംബന്ധിച്ച് BJPക്ക് എതിരായി, നിലവിലെ സർക്കാരിനെതിരായി നിരവധി വിഷയങ്ങൾ ഉയർന്നു വന്നിരുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. പ്രത്യേകിച്ച് കർഷക രോഷം, അതുപോലെ തന്നെ യുവാക്കളുടെ പ്രതിഷേധം, അഗ്നിവീർ പദ്ധതിക്കെതിരെയൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്ന സംസ്ഥാനമാണ് ഹരിയാന എന്ന് പറയുന്നത്. കർഷകരുടെ പ്രതിഷേധം, കർഷകർ ഈ ലോക്സഭ നമുക്കറിയാം, ഹരിയാനയിലെ കർഷകരടക്കം വലിയ പ്രതിഷേധത്തിലാണ് ഈ ഘട്ടത്തിലൊക്കെ കടന്നുപോയത്. പക്ഷേ ആ രോഷമൊന്നും തെരഞ്ഞെടുപ്പിലേക്ക് ഫലിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴുള്ള ഫലം. ഏതായാലും BJP വ്യക്തമായ ലീഡിലേക്ക് ഉയരുകയാണ്. 50 സീറ്റുകളിലാണ് ഇപ്പോൾ BJP ഹരിയാനയിൽ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. 50 സീറ്റുകളിൽ BJP മുന്നിൽ നിൽക്കുമ്പോൾ 35 സീറ്റുകളിലേക്ക് കോൺഗ്രസ് താഴുന്നു. 50 സീറ്റുകളിൽ BJP ഹരിയാനയിൽ മുന്നിൽ, 35 സീറ്റുകളിൽ കോൺഗ്രസ് മുന്നിൽ നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഹരിയാനയെ സംബന്ധിച്ച് ഉള്ളത്. അതേസമയം ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പിൽ ആ ഫലത്തിൽ മാറ്റം ഉണ്ടാകുന്നില്ല. നിലവിലുണ്ടായിരുന്നത് പോലെ തന്നെ 49 സീറ്റുകളിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം മുന്നിൽ നിൽക്കുന്നു. BJP 23 സീറ്റുകളിൽ നിൽക്കുന്നു. PDP 3 സീറ്റുകളിൽ, മറ്റുള്ളവർ 15 സീറ്റുകളിലും നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് ഉള്ളത്. ഏതായാലും ഇപ്പോഴും ഒരു നെഞ്ചിടിപ്പേറുന്ന, അല്ലെങ്കിൽ